ശിവാനി സ്വീറ്റ്സ് കൊണ്ടുവന്നതിന്റെ കാരണം അതൊന്നും അല്ല. വേറെന്തിനാ? എന്റെ ജീവിതം ഇതുപോലെ നശിപ്പിക്കാൻ പറ്റിയതിനാണോ? അല്ല, ഒരു ജീവൻ വരാൻ പോകുന്നതിന് വേണ്ടിയാ. വേണ്ട, നിനക്ക് സംസാരിക്കാൻ അവസരം തരുന്നത് പോലും തെറ്റാ. സംസാരിക്കാൻ തുടങ്ങിയ സംസാരിച്ച് ആരെ വേണമെങ്കിലും പറ്റിക്കാൻ കഴിവുള്ളവനല്ലേ നീ? ഞാൻ നിന്നെ പറ്റിക്കേണ്ട ആവശ്യം എന്താ? ശിവാനി എന്നെ മനസ്സിലാക്കിയത് അങ്ങനെയാണോ? ഒരുപാട് നിന്നെ മനസ്സിലാക്കിയിരുന്നു. കൂട്ടുകാരൻ എന്ന് വിശ്വസിച്ചതിന് നീ എനിക്ക് തന്നത് നല്ലൊരു സമ്മാനം തന്നെയാ. ആ സമ്മാനം കൊണ്ടിപ്പോ എനിക്ക് ജീവിക്കാനും പറ്റുന്നില്ല, മരിക്കാനും പറ്റുന്നില്ല. എന്റെ ശിവാനി, നിന്റെ കൈ പിടിച്ചോണ്ട് സപ്തതി ചവിട്ടി ഞാനിവിടെ ഉള്ളപ്പോ പിന്നെ മരിക്കുന്ന കാര്യം ആലോചിക്കുന്ന എന്തിനാ? വേണ്ട, ആ കല്യാണത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കരുത്. ഈ താലി എന്റെ കഴുത്തിൽ താലിയായിട്ടല്ലേ തോന്നുന്നത്, ഒരു മുള്ളായിട്ടാ. ഓരോ ദിവസവും ഓരോ നിമിഷവും എനിക്ക് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക. അതെ ശിവാനി, ആദ്യം അതിനെ സ്നേഹിക്കാൻ പഠിക്കും. അത് മുള്ളൊന്നുമല്ല, നിന്റെ ജീവിതം മുഴുവനും അതൊരു നിഴലായിരിക്കും. മായ, ഇവനോട് ഇറങ്ങി പോവാൻ പറ. എനിക്ക് ഇവനോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. പാവം, അവര് നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് അല്ലേ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഇത് നമ്മൾ രണ്ടുപേരുടെയും കാര്യമല്ലേ, നമുക്കൊന്ന് മാറി സംസാരിക്കാം. മായ, ഇറങ്ങി പോവാൻ പറ. തൃശൂൽ, പുറത്തേക്ക് പൊയ്ക്കോളൂ. നോക്കിയ മാഡം, എന്റെ ഭാര്യ സ്വീറ്റ്സ് എടുക്കുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. മധുരം എടുത്തു പോവാൻ നോക്ക്. മധുരം എടുക്കുന്നതിനോടൊപ്പം മധുരത്തിൽ രണ്ട് വാക്ക് പറ. നോക്ക് ശിവാനി, ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാ. നീ കേട്ടാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും പറയാൻ റെഡിയാ. ഞാനൊരു ചേട്ടനാവാൻ പോവാ. എന്ന് വെച്ചാ എനിക്കൊരു അനിയനോ അനിയത്തിയോ വരാൻ പോകുന്നു. എന്റെ അമ്മ വീണ്ടും ഒരു അമ്മയാവാൻ പോവാ. ശിവാനി, ഇത് കേട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? ഒരുപാട് സന്തോഷായി. ദയവേത് ഇവിടെ നിന്ന് പോയി തരുമോ? എന്തിനു ശിവാനി ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്റെ പ്രണയം നേടിയെടുത്തു, അത് തെറ്റാണോ? എന്റെ പ്രണയം നഷ്ടപ്പെടുത്തിയത് ശരിയാണോ? ശിവാനി, ഇതിപ്പോ ഞാൻ എന്ത് പറയാനാ? ഒന്നും പറയുകയും വേണ്ട, എനിക്ക് കേൾക്കാൻ വേണ്ട. എന്റെ കൺമുമ്പിൽ നിന്ന് പോവാൻ നോക്ക്. പോകാനാ പറഞ്ഞേ. ഇനിയും പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ നമുക്ക് സമാധാനത്തില് കുറച്ചേരം ഒന്ന് സംസാരിക്കാന്നേ. പോകാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലല്ലേ? ശിവാനി, ഞാൻ നിന്റെ ഭർത്താവാണ്. ഭർത്താവിനെ ആരെങ്കിലും ഇങ്ങനെ അപമാനിക്കും, അത് തെറ്റല്ലേ? നീ എന്റെ കഴുത്തിലെ താലി കെട്ടിയെന്ന ഒറ്റ കാരണത്താൽ എന്റെ മേലെ അധികാരം കാണിക്കാനൊന്നും വരണ്ട. ഞാൻ നിന്റെ ഭാര്യയായിരിക്കുന്ന ധാരണ ഉണ്ടെങ്കിൽ അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രം. എനിക്ക് നിന്റെ ഭാര്യയായിരിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ശിവാനി, ഒരു അക്ഷരം മിണ്ടരുത്. നീ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഞാൻ സഹിക്കുമെന്ന് നിനക്ക് തോന്നലുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. ഇനി ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ രണ്ടുപേരുടെ ഇടയില് ആകെയുള്ളത് ഇത് മാത്രോ. ഇതും കളയാനുള്ള ഒരു സമയം വരും. അന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അവസാനമായിരിക്കും. ഓർമ്മയിൽ വെച്ചു. എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നീ ഈ സീറ്റ് ബോക്സും കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന്. ഓരോ ഓപ്പർച്യൂണിറ്റി നീ അങ്ങനെ വിട്ടുകളയില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി, അപ്പോഴേക്ക് ഓടി ഒന്ന് ശിവാനടുത്തൊന്ന് സംസാരിക്കും. അല്ല, എന്നിട്ട് ശിവാനി ഇപ്പൊ എന്താ പറഞ്ഞത്?
നീ എന്നെ ചലഞ്ച് ചെയ്തല്ലേ അവളെ സമ്മതിപ്പിക്കുമെന്നോ ഭാര്യയാക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഭാര്യ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയ? അല്ല, നിന്നെ കണ്ടപ്പോ എനിക്ക് എങ്ങനെ തോന്നി. മോനെ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എടാ, പറയാനൊക്കെ വളരെ എളുപ്പ, ചെയ്തു കാണിക്കാനാ പാട്. നീ വിചാരിക്കുന്ന പോലെ ശിവാനി നിന്റെ കൂടെ വരാൻ പോകുന്നില്ല. അവള് സ്നേഹിക്കുന്നത് എന്നെയാടാ. അവളുടെ മനസ്സിൽ മുഴുവൻ ഞാന്, നീയല്ല. ബ്രോ, നിന്റെ ഫ്യൂച്ചർ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. അതെങ്ങനെയായിരിക്കും എന്നറിയോ? അതിന് പറ്റിയൊരു സോങ് ഓർമ്മ വരുന്നുണ്ട്. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. ഈ സോങ്ങും പാടിക്കൊണ്ട് നീ ഫ്യൂച്ചറിൽ ഇങ്ങനെ കറങ്ങി നടക്കും. എന്തു പറ്റി ബ്രോ? നീ എന്താ മിണ്ടാതെ പോകുന്നേ? ഓ, മനസ്സിലായി എനിക്ക്. ശിവാനിയുടെ കൈ നന്നായിട്ട് കിട്ടിയല്ലേ നിനക്ക്? ശിവാനി, നീ ഇങ്ങനെ ആയാൽ ശരിയാവില്ല. മനസ്സിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. അല്ല, തൃശ്ശൂലിന് വഴക്ക് പറഞ്ഞിട്ട് നീയാണല്ലോ വിഷമിച്ച് നിൽക്കുന്നത്. അതെന്തിനാ? അതെന്തുകൊണ്ടാന്നറിയില്ല, നല്ല വിഷമം തോന്നുന്നു. ആ തൃശ്ശൂലിനും അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. നീ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നിട്ടും വീണ്ടും നിന്നെ തേടി വരേണ്ട കാര്യം എന്താ? പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വഴക്ക് പറഞ്ഞാലും അടിച്ചാലും വീണ്ടും എന്നെ തേടി വരും. എന്നുവെച്ചാ നിന്നെ ബുദ്ധിമുട്ടിക്കലാണോ അവന്റെ ജോലി? പ്രണയത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ല അവന്. ഇല്ല, കാര്യം അവൻ കുട്ടിക്കളി പോലെ എടുക്കുന്ന. ദേഷ്യം വരുന്ന സമയത്ത് അവന് 4 എണ്ണം കൊടുക്കാൻ പോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യണം ശിവാനി. എന്നുവെച്ചാ നീ പറയുന്നത് ഞാൻ അവന് മേലെ കൈവെക്കണമെന്നാണോ? അല്ല, അങ്ങനെയല്ല. ഇത്രയൊക്കെ വിഷമിപ്പിക്കുന്നില്ലേ? ദേഷ്യം വരുമ്പോ തല്ലുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല മായ. സത്യം പറഞ്ഞ എനിക്ക് അവനോട് ദേഷ്യപ്പെടാൻ പോലും പറ്റുന്നില്ല. അതെന്താ? അതെന്താന്നറിയില്ല. അവനെ കാണുമ്പോ ഒരു പാവാണെന്നൊക്കെ തോന്നും. ശിവാനി, നിന്റെ മനസ്സങ്ങോട്ട് ചായുന്നത് പോലെ ഉണ്ടല്ലോ. പ്രണയമെങ്ങാനും? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു കാരണവശാലും അവനെ പ്രണയിക്കാൻ പോകുന്നില്ല. അവന് എനിക്ക് ഇഷ്ടമല്ല. ശിവാനി, നിന്നെ കാണുമ്പോ എനിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. നിന്റെയും ത്രിവിക്രമിന്റെയും തീവ്ര പ്രണയമല്ലേ? അതിനിടയിൽ കയറി വന്നും ആ തൃശൂൽ എന്തൊക്കെയാ കാണിക്കുന്നത്? ശിവാനി, ത്രിവിക്രം നിന്നെ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? നീ ഇങ്ങോട്ട് വരണ്ട, നിന്റെ മുഖം എനിക്ക് കാണുകയേ വേണ്ടാന്ന് നീ പറഞ്ഞതുകൊണ്ട് ആ വിഷമത്തിൽ അവൻ ഇങ്ങോട്ട് വന്നിട്ടേയില്ല. ഇതാ യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. ത്രിവിക്രം തൃശൂലിനോട് ദേഷ്യം കാണിച്ചിട്ട് വേണമെങ്കിൽ അവൻ അവന്റെ പ്രണയം നേടിയെടുക്കുമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ല. എന്താന്ന് വെച്ചാൽ അവൻ അറിയാം, പ്രണയം ഒരിക്കലും അങ്ങനെ പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല എന്ന്. ഇതാണ് ആ തൃശൂലിനും ത്രിവിക്രമനും തമ്മിലുള്ള വ്യത്യാസം. നീ ഞങ്ങളെ രണ്ടുപേരെയും എത്ര നന്നായിട്ടാ മനസ്സിലാക്കിയിരിക്കുന്നത് മായ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒക്കെ എന്തിനാ പറയുന്നത്? നിന്റെ ജീവിതം നന്നായിരിക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്റെ ജീവിതം ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായി കഴിഞ്ഞു. തൃശൂൽ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി. ആർക്കും ഇതുപോലെയൊന്നും ചെയ്യാൻ തോന്നില്ല. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സെങ്ങനെയുണ്ടായത്? അമ്മേ, മധുമതി ഗർഭിണിയാണെന്നുള്ള വാർത്ത കേട്ടപ്പോ മനസ്സിനെന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അത് തന്നെ. അത് കേട്ടതിന് ശേഷം നമുക്കും കുറച്ച് സന്തോഷമൊക്കെ വരുന്നുണ്ടല്ലേ? അമ്മേ, മുത്തശ്ശി, അമ്മേ, മുത്തശ്ശി ഒന്ന് നിൽക്ക്, ഞാൻ പറയട്ടെ. എന്തിങ്ങനെ? എന്തിനെല്ലാവരും എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്?
ശിവാനി ഈ വീട്ടിൽ നിന്ന് പോയപ്പോ മുതല് എല്ലാവരും എന്നെ ശത്രുവിനെ പോലെ കാണുന്നേ. എന്നെ കണ്ട അപ്പൊ തന്നെ ഇരിക്കുന്നിടത്തുനിന്ന് എല്ലാവരും എഴുന്നേറ്റ് പോവാ. എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്ത് പറ. നീ കാണിച്ചത് എന്താണെന്ന് എന്റെ വായിന്ന് തന്നെ കേൾക്കണം നിനക്ക്. ഒരു നിമിഷം നീ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എന്ത് തെറ്റാ സംഭവിച്ചതെന്ന് നിനക്ക് മനസ്സിലാവും. ശരി, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേദനയും തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഉദ്ദേശം അതായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? നീയാ കാണിച്ചതുകൊണ്ട് ശിവാനിക്ക് എത്ര സങ്കടമായി കാണുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവള് വീട് വിട്ടു പോകാൻ നേരം ചോദിച്ച ചോദ്യത്തിന് ആർക്കും ഒരു ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. എന്തു പറയാന്? ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ നീ തന്നെ ഉണ്ടാക്കിയത്. കല്യാണ മണ്ഡപത്തിൽ നിന്ന് നിന്റെ അച്ഛൻ എവിടേക്കോ ഇറങ്ങി പോയതാ. ബിസിനസ് ട്രിപ്പ് ആണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അതോ ഉല്ലാസയാത്ര പോയെന്നാണോ കരുതിയിരിക്കുന്നത്? ദിഗ്വിജയൻ നീ കാണിച്ച തെറ്റ് കണ്ട് മനസ്സ് വിഷമിച്ചാണ് വീട് വിട്ടുപോയത്. ഈ വീട്ടിൽ നല്ലൊരു കാര്യം നടന്ന എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ കല്യാണം കഴിഞ്ഞതോടെ വീട്ടിലുള്ളവരുടെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം കാരണം നീ തന്നെയല്ലേ? ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാ. പക്ഷെ എനിക്ക് ഏറ്റവും പ്രധാനം എന്റെ പ്രണയമായിരുന്നു. എടാ, പ്രണയമായിരുന്നു മുഖ്യമെങ്കില് വീട്ടിലുള്ളവരോട് സംസാരിച്ച് അവരെ സമ്മതിപ്പിച്ച് ആ പെണ്ണിനെ താലി കെട്ടണമായിരുന്നു. എന്നാൽ നീ ചെയ്തത് അതല്ലല്ലോ. വേറൊരു ചെറുക്കന്റെ കൂടെ മണ്ഡപത്തിലിരിക്കുന്ന പെണ്ണിനെ പോയി നീ താലി കെട്ടിയില്ലേ? അത് തെറ്റായിപ്പോയി. മണ്ഡപത്തിൽ വെച്ച് ആരും ഒന്നും മിണ്ടിയില്ല. എന്താന്നറിയോ? എന്തെങ്കിലും സംസാരം ഉണ്ടായ മാനം പോകുന്നത് നമ്മുടെ കുടുംബത്തിന്റെ. ശിവാനി ഞങ്ങളോട് ചോദിച്ചത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരവും കൊടുക്കാൻ പറ്റിയില്ല. ത്രിവിക്രമൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാ, എന്നിട്ട് നീ അവന് തന്നെ പണിയെടുത്തില്ലേ? ആ ശരി, തെറ്റ് പറ്റിപ്പോയി. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കേ. നിങ്ങളെ സങ്കടപ്പെടുത്തണമെന്നൊരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല. ശിവാനിയെ കല്യാണം കഴിക്കണമായിരുന്നു. എന്റെ പ്രണയം എനിക്ക് നേടണമായിരുന്നു. എന്റെ മനസ്സിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണ മുഹൂർത്തം വരെ ഞാൻ കാക്കില്ലായിരുന്നു. അതിനേക്കാളൊക്കെ മുൻപേ തന്നെ ഞാൻ ഓടിപ്പോയേനെ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്കെല്ലാം വേദന കൊടുത്തിട്ട് സ്വന്തം സന്തോഷം നോക്കാൻ മാത്രം ഒരു മോശം മനസ്സല്ല എനിക്ക്. ഞാൻ ശിവാനിയെ നേടിയെടുക്കാൻ വേണ്ടി ചിലപ്പോ ചെറിയൊരു തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതേ തെറ്റ് തന്നെ നിങ്ങളെയൊക്കെ എന്നെ അകറ്റാൻ കാരണമാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കുന്നേ? ഞാൻ ഈ വീട്ടിലൊരു മകനല്ലേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷാവെന്ന് പറയാറില്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്നവനായി മാറിയില്ലേ? നിങ്ങൾക്കൊക്കെ വേദന എന്തുകൊണ്ടായിരിക്കും ആ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ? ആ ദൈവം എന്നിൽ നിന്ന് ശിവാനിയെ അകറ്റി. ശിവാനി എന്റെ അടുത്ത് നിന്ന് അകന്നകന്ന് പോവാ. ഞാനിപ്പോ ആകെ തകർന്നിരിക്കാമേ. ദയവ് ചെയ്ത് നിങ്ങളും കൂടി എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. ഞാൻ എല്ലാവരുടെ കൈ കൂപ്പി പറയാ, എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കല്ലേ. തൃശൂൽ, അമ്മേ, എന്നോടൊന്ന് ക്ഷമിക്കാമേ. സോറി തൃശൂൽ, നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, അതിന്റെ വിഷമത്തിൽ ഞാൻ പറഞ്ഞതാ. തൃശൂൽ, ആ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു. നീ വിഷമിക്കണ്ട. ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി. വിഷമിക്കണ്ട മോനെ. മോനെ, എല്ലാം ശരിയാവൂടാ. നിന്റെ ജീവിതം എത്രയും പെട്ടെന്ന് സന്തോഷം നിറഞ്ഞതാവും. ശിവാനി എന്തായാലും ഇങ്ങ് വരും. ഈ വീട്ടിലിപ്പോ ഞങ്ങൾ എല്ലാരും തന്നെ ഉണ്ടല്ലോ. ഒന്നുകൊണ്ട് നീ വിഷമിക്കണ്ട. നിന്റെ ജീവിതം ശരിയാകും മോനെ. എന്റെ ജീവിതം ശരിയാവാതിരിക്കെ ചെയ്യട്ടെ. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്നെ അകറ്റി നിർത്തരുത്. പ്ലീസ് മുത്തശ്ശി, പ്ലീസ് അമ്മേ. ഇല്ല തൃശൂൽ, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ട്. മധു, എന്താ മധു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എങ്ങനെ എല്ലാവരോടും ഈ കാര്യം അറിയിക്കാൻ? അവരെല്ലാവരും ഇത് എങ്ങനെ എടുക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് ടെൻഷനാവുക. എന്റെ മനസ്സിലും അതേ ചിന്ത തന്നെയായിരുന്നു. തൃശൂൽ എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോ അവനെ തടയണമെന്ന് തന്നെയായിരുന്നു എന്റെ ചിന്ത. എന്നാൽ അവനത് കേൾക്കാനുള്ള മനസ്ഥിതി ഇല്ലായിരുന്നു. അവനൊരു കൊച്ചു പയ്യനല്ലേ, അവൻ എന്തറിഞ്ഞിട്ടാ? നമുക്ക് പക്ഷേ ഇതൊരു ചമ്മലായി പോയില്ലേ? അത് മനസ്സ് തുറന്ന്
ആരോടും പറയാനും പറ്റില്ലല്ലോ. മുതലാളിയുടെ വീട്ടിലെല്ലാവരും സന്തോഷത്തോടുകൂടി തന്നെയല്ലേ സ്വീകരിച്ചത്. മറ്റുള്ളവരും അതുപോലെ തന്നെ ഏറ്റെടുത്താൽ മതിയായിരുന്നു. എല്ലാം ശരിയാവും. ആ, എല്ലാം ഒരു ക്ഷണം നേരം കൊണ്ട് സംഭവിച്ചതല്ലേ. ഇനി എപ്പോ മുതലാ എല്ലാം? ആദ്യം മുതലേ തുടങ്ങേണ്ടത്. ഇനി 9 മാസം ഈ കുഞ്ഞിനെ ചുമന്ന് പ്രസവിക്കണം എന്നുള്ളത് ചെറിയ കാര്യമാണോ? അതും ഈ പ്രായത്തില്. ഞാനൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ കുഞ്ഞിനെ കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്ക് കുഞ്ഞ് വേണം. പക്ഷേ ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് അതൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഒരു പെണ്ണിന് അമ്മയാകുക എന്ന് പറയുന്നത് പുതിയ കാര്യം തന്നെയാണ്. പ്രസവ വേദന എന്നുള്ളത് അറിയാവുന്നൊരു ധൈര്യമുണ്ട്. എന്നാലും ആ വേദനയെല്ലാം കഷ്ടം തന്നെയാ. മധു, ഇപ്പൊ നിന്റെ വയറ്റിനകത്തൊരു കുഞ്ഞ് വളരുന്നുണ്ട്. അത് വേണോന്ന് നമ്മൾ തീരുമാനിച്ചും കഴിഞ്ഞു. ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. മധുമതി, മധു. കൊച്ചമ്മേ, വരൂ, ഇരിക്കൂ കൊച്ചമ്മേ. എന്തു പറ്റി ഇവിടെ വരെ വരാൻ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു മധു. എന്തു പറ്റി കൊച്ചമ്മേ? തൃശൂലിനെ പറ്റി സംസാരിക്കണമായിരുന്നു. വീണ്ടും അവൻ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ? അവനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് നിന്നോടൊന്ന് സംസാരിക്കാൻ വന്നത്. മനസ്സിലായില്ല. തൃശൂലാണെങ്കിൽ ആരോടും ചോദിക്കാതെയും പറയാതെയാ മണ്ഡപത്തിൽ വെച്ച് ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. ശിവാനിയോ ഈ കല്യാണം ഇഷ്ടമില്ലാന്നും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്നേ പോയില്ലേ. നമ്മൾ ഈ നടന്നതെല്ലാം കണ്ട് ഒന്നും തന്നെ ചെയ്യാതെയും ഒന്നും പറയാൻ കഴിയാതെയും വെറുതെ നോക്കി നിൽക്കേണ്ടി വന്നില്ലേ. കൊച്ചമ്മ, അതിൽ നമ്മുടെ തെറ്റെന്താണ്? ഒന്നും ചെയ്യാൻ ആ സമയത്ത് നമുക്ക് പറ്റില്ലായിരുന്നല്ലോ. തൃശൂല് നമ്മുടെ വാക്ക് കേട്ടില്ല. ശിവാനിയോ അവക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അവരവർക്ക് അവരുടെ ഭാഗം ശരിയാണ്. എന്നാലോ നമ്മൾ മാത്രം ഇങ്ങനെ വേദന സഹിച്ചോണ്ടിരിക്കുക. എന്ന് കരുതി എത്ര ദിവസം എന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുക? അവിടെ തൃശൂരിന്റെ ജീവിതം നശിക്കുന്നത്. നമ്മളായിട്ട് നശിപ്പിച്ചതൊന്നും അല്ലല്ലോ. അവനെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ. അവൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്ന് കരുതി നമ്മൾ കയ്യും കെട്ടി നോക്കിയിരുന്നാലോ അവന്റെ ജീവിതം ഒരിക്കലും ശരിയാവില്ല. നമ്മുടെ കൺമുന്നിൽ തന്നെ എല്ലാം വെറുതെ ആയി പോവില്ലേ. അതൊക്കെ അവൻ തന്നെ മനസ്സിലാക്കണമായിരുന്നു. ആ കാര്യം വിട്ടേക്ക് മധു. സംഭവിച്ചത് സംഭവിച്ചു. ഇനി മുന്നോട്ട് എന്ത് വേണമെന്ന് ആലോചിച്ച് ചെയ്യാ വേണ്ടത്. എന്നുവെച്ചാ നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നാണ്? എനിക്കെന്തോ ഈ കാര്യത്തില് ആലോചിക്കുമ്പോ തന്നെ എന്തോ ഒരു വിഷമം തോന്നുവാ. വിഷമിക്കുന്ന എന്തിന്? എന്തൊക്കെയായാലും തൃശ്ശൂര് നമ്മുടെ മോനല്ലേ.